ലോകമെമ്പാടും ഈസ്റ്റർ ആചരിക്കുകയാണ്. ജാസി ചേട്ടൻ്റെ ചെറുപ്പകാലത്ത് ഈസ്റ്റർ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? ചെറുപ്പകാലത്തുള്ള ഈസ്റ്ററും അതുപോലെ ഇപ്പോൾ തിരക്കുള്ള സമയത്തെ ഈസ്റ്റർ ആഘോഷവും രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ പ്രേക്ഷകരോട് കൂടെ ഒന്ന് പങ്കുവയ്ക്കാമോ? എനിക്ക് ഈസ്റ്ററിനെ പറ്റി ഓർമ്മിക്കുമ്പോൾ കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഓർമ്മ വരുന്നത് ഈ പള്ളി തന്നെയാണ്. ഞാനിരിക്കുന്ന ഈ പള്ളി തന്നെയാണ്. ഞാൻ കുഞ്ഞുനാളിൽ ആ സമയം മുതലേ ഈസ്റ്ററിൻ്റെ സമയങ്ങളിൽ വന്ന് നമ്മുടെ കുരുത്തോല പെരുന്നാളും അതെല്ലാം കഴിയുന്ന ഒരു സമയവും ആ സമയത്ത് തന്നെ നമ്മുടെ എന്തുകൊണ്ട് ദൈവമായിട്ട് ഒത്തിരി അടുക്കേണ്ട കുറേ മുഹൂർത്തങ്ങൾ. ഈസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഈ ഒരു സമയം ഈ ഒരാഴ്ചയുള്ള സത്യം പറഞ്ഞാൽ നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് ഒരു മൈൻഡായിരിക്കും. എപ്പോഴും നമ്മളെ തന്നെ സ്വയം നമ്മളൊന്ന് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ എന്ത് ഡൗൺഫോളിലാണെങ്കിലും നമുക്ക് എഴുന്നേൽക്കാനുള്ള ഒരു ശക്തി, ഒരു പവറൊക്കെ കിട്ടുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കുറച്ച് ടൈം പീരീഡാണിത്. നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ യേശുദേവൻ ജീസസിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്കെല്ലാം സത്യം പറഞ്ഞാൽ സിംബോളിക്കായിട്ട് അദ്ദേഹം നമുക്കെല്ലാം തരുന്നൊരു വലിയൊരു പാഠമെന്ന് വെച്ചാൽ എന്താണ് സത്യത്തിനുള്ള ഒരു വിജയം. നമ്മുടെ എന്ത് കഷ്ടപ്പാടുകളിൽ നിന്നും അതിപ്പോൾ യേശുദേവൻ മരണത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്ത് വിഷമങ്ങളും നമുക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഒരു സമയം സത്യം പറഞ്ഞാൽ എല്ലാ ഈസ്റ്ററിലും ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പള്ളി ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒത്തിരി ഫീല് ഓർമ്മകൾ മനസ്സിൽ വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ജാസി ചേട്ടൻ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ ഒരു ആഗ്രഹമുണ്ടാവും. എൻ്റെയും മനസ്സിലൊരാഗ്രഹമുണ്ട് ജാസി ചേട്ടൻ്റെ ഒരു പാട്ട് പാടാമല്ലോ അല്ലേ? ഈസ്റ്ററിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ 2 പുതിയ സോങ്സ് കമ്പോസ് ചെയ്യാം. ഈസ്റ്ററിൻ്റെ സോങ്സ് ചെയ്യാനായിട്ട് ഞങ്ങളങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലിറിക്ക് എനിക്ക് വേണ്ടി എഴുതുന്നത് മിസ്റ്റർ മനോജ് മലയിൽ ചേട്ടനാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ എനിക്ക് ഈ 2 സോങ് ഉണ്ട്. അല്ല, ആദ്യം ഞാൻ ഒരു മെലോ കൈൻഡ് ഓഫ് ഒരു മൂഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എനിക്കിതിൽ ആവശ്യമെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ക്രിസ്ത്യൻ പാട്ടിൻ്റെ ഒരു ഫോർമാറ്റ് എനിക്ക് വേണമെന്നില്ല. എനിക്ക് കൺവെൻഷണൽ രീതിയെ വേണമെന്ന് വെച്ചാൽ നമുക്കൊരു ക്രിസ്ത്യൻ പാട്ട് അല്ലെങ്കിൽ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ഡിവോഷണൽ സോങ്സ് ആയിട്ട് എനിക്ക് എൻ്റെ ലിറിക്ക് വേണമെന്നില്ല. പക്ഷേ ഈസ്റ്റർ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉള്ള ഈസ്റ്ററിൻ്റെ ഒരു ഫീൽ ഒരു സെൽഫ് സാക്രിഫൈസ് ആ ഒരു തീം ടോട്ടലായിട്ട് മ്യൂസിക്കിനകത്ത് വരണം. അതുപോലെ വേർഡ്സ് എനിക്ക് തോന്നുന്നു വളരെ ലളിതമായിരിക്കണം. സെയിം തന്നെ. അത് കഴിഞ്ഞിട്ട് ഒരു ചേഞ്ച് ആയിട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് ഒരു രൂപം നമുക്കൊന്ന് നോക്കാം. സമയമായി മൊഴികളെ, സമയമായി മൊഴികളെ, വരുമിശിഹയിൽ അനുഗമനം, തിരുവഴികളിൽ അനുചരണം, സ്തുതികളിൽ നിറയുവാൻ മധുമലരുകൾ പൊഴിയുകയായി ഒരു മധുരിത സ്നേഹഗീതമേ. ബാക്കി എനിക്ക് തോന്നി അത് നമുക്ക് വേറെ കോറസൊക്കെ ആഡ് ചെയ്യാൻ തോന്നുന്നല്ലേ? വെരി നൈസ്, താങ്ക് യു ചേട്ടാ. അപ്പോൾ ഞാൻ ബാക്കി ഓർക്കസ്ട്രയോട് കൂടി ഞാൻ ഫുള്ള് ചെയ്യട്ടെ. താങ്ക് യു. നമുക്ക് ആദ്യത്തെ സോങ് സമയമായി മൊഴികളെ, വരും മിശിഹയിൽ അനുഗമനം, തിരുവഴികളിൽ അനുചരണം, സ്തുതികളിൽ നിറയുവാൻ മധുമലരുകൾ പൊലിയുകയായി
ഒരു മധുരിത സ്നേഹഗീതമേ പോയി. ഇപ്പോൾ ലിറിക്ക് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്ത ഒരു പ്രധാന കാരണം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കിലേക്ക് പോകാതെ വളരെ സിമ്പിളായിട്ട് പോകാം, വളരെ സിമ്പിളായിട്ട് വളരെ ഒരു മെലോ മൂഡിൽ പോകാം. എനിക്ക് തോന്നുന്നു ഇത് നമുക്കൊരു ഒരു വെസ്റ്റേൺ കൾച്ചർ ഒരു 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 സാധാരണ നമ്മുടെ ഒരു റെഗെ പാറ്റേണിൽ പോകാം. അടുത്തൊരു ചേഞ്ച് ആവാം. സമയമായി മൊഴികളെ വരുമിസിഹയിൽ അനുഗമനം, തിരുവഴികളിൽ അനുചരണം, സ്തുതികളിൽ നിറയുവാൻ മധുമലരുകൾ പൊലിയുകയായി ഒരു മധുരിത സ്നേഹഗീതമേ നിന്നാമം വാഴ്ത്തുന്നു. ഹല്ലേലൂയ. സമയമായി മൊഴികളെ വരുമിസിഹയിൽ അനുഗമനം, തിരുവഴികളിൽ അനുചരണം, നീലഗഗനം പാടും മഹിമയാകെ ഉലകിൽ, സാഗരം തലോടും ഹൃദയ ജീവരാഗമഴകിൽ, ഭൂമിയെന്നും അവനു മാർഗം, കീർത്തനം പോലെ കുളിരലകളും ഉണരുകയായി. ഓ ഓ സമയമായി മൊഴികളെ വരുമിസിഹയിൽ അനുഗമനം, തിരുവഴികളിൽ അനുചരണം, സ്തുതികളിൽ നിറയുവാൻ മധുമലരുകൾ പൊലിയുകയായി ഒരു മധുരിത സ്നേഹഗീതമേ സ്വർഗരാജ്യഭാഗ്യം മഹിയിലാകെ വരുവാൻ പ്രാണനേകിനാഥൻ കപട ലോകനാട്യമകലാൻ കൂപ്പുകൈകൾ അവനു ചാരേ കാത്തുനിൽപ്പു ലോകം പുതുവഴികളിൽ ഒരു ശ്രുതിയായി. ഓ സമയമായി മൊഴികളെ വരുമിസിഹയിൽ അനുഗമനം, തിരുവഴികളിൽ അനുചരണം, സ്തുതികളിൽ നിറയുവാൻ മധുമലരുകൾ പൊലിയുകയായി ഒരു മധുരിത സ്നേഹഗീതമേ ജാസേട്ടാ സൂപ്പർവായിരുന്നു. ഞാൻ മാത്രമല്ല നമ്മൾ പ്രേക്ഷകർ എല്ലാവരും ആസ്വദിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അടുത്ത പാട്ട് ഏതാണ്? അടുത്തതായിട്ട് ഞാൻ പാടാൻ പോകുന്നത് തൂവൽ വീശും മാനമേ എന്നുള്ള സോങ്ങാണ്. മറ്റൊരു നല്ല ഗാനം കൂടി നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം. തൂവൽ വീശും വാനമേ
രാഗം മീട്ടും താരമേ വരികയായി ജെറുസലേം പ്രിയ പ്രാണനാഥൻ അവിടെയൊരു നാൾ മെഴുത്തിരികളായി കരളാർദ്രമാകും പകരാ ഹൃദയം ചേരാമലിവോടെ തൂവൽ വീശും വാനമേ രാഗം മീട്ടും താരമേ രിയിൽ ഒരു ഗാനം ഉയിരിനമൃതായി വരും സ്വരസാന്ദ്രം അതിലലിവു നോവുകൾ കൃപയിൽ വരദാനമായി അറിയുന്നു ഞാനെന്നും തവ ഗീതികൾ കരുണാമയ നിറദീപമേ കാലടികളിൽ അഭയം തിരുമൊഴികളിൽ മധുരം തൂവൽ വീശും വാനമേ രാഗം മീട്ടും താരമേ തിരയുമോരോ നിമിഷവും തിരുരൂപം കരുണയലിയാൻ തപം ചിരകാലം കുരിശിലമരുമ്പോഴും മൃദുമന്ദഹാസമായി ചൊരിയുന്നു നീയെന്നും നിറസാന്ത്വനം കരുണാമയ നിറദീപമേ കാൽവരിയിലെ സഹനം പുനരുയിരിലെ സുഹൃതം തൂവൽ വീശും വാനമേ രാഗം മീട്ടും താരമേ പ്രതീക്ഷയുടെ ഒരു ഈസ്റ്റർ സുദിനം കൂടി ജാസി ചേട്ടനോടൊപ്പം സംഗീത സാന്ദ്രമായി കടന്നുപോയി. ഏവരും ആസ്വദിച്ചു എന്ന വിശ്വാസത്തോടെ മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.